മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 31/1/1985 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. കാർത്തികയാണ് നക്ഷത്രം. കാർത്തിക 4-ാം പാദം. മീന ലഗ്നം. ലഗ്നത്തിൽ ശുക്രൻ, കുജൻ, ഗുളികൻ. 2-ൽ രാഹു, 3-ൽ ചന്ദ്രൻ. 4, 5, 6, 7 ഭാവങ്ങൾ ശൂന്യം. 8-ൽ കേതു, 9-ൽ ശനി, 10 ശൂന്യം. 11-ൽ സൂര്യൻ, ഗുരു, ബുധൻ. 12 ശൂന്യം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടവർ വിളിച്ചിരുന്നത്. പക്ഷേ ഇതിൽ ജോലി എന്നതിലുപരിയായി അതിനേക്കാൾ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട് എന്ന് പിന്നീട് എനിക്ക് പറയേണ്ടതായിട്ട് വന്നു. അതെന്താണെന്ന് വെച്ചാൽ അതിലേക്ക് വരാം. അതിന് മുൻപ് ഈ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ലഗ്നാൽ 10 അതിൻ്റെ അധിപൻ വ്യാഴം, തൊഴിൽ സ്ഥാനത്തിൻ്റെ അധിപൻ വ്യാഴം നീചനാണ്, ഭംഗമുണ്ട്. സൂര്യനോടൊത്ത് ബുധനോടൊത്ത് നിൽക്കുന്നു. അവിടേക്ക് ശനിയുടെ 3ാമത്തെ ദൃഷ്ടിയും വരുന്നു. അപ്പോൾ സൂര്യൻ ശനി ബന്ധം 10ാം ഭാവാധിപനുമായിട്ട് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി വന്നു കഴിഞ്ഞാൽ അത്തരക്കാർക്ക് തൊഴിൽ സംബന്ധമായിട്ടുള്ള ടഫ്നെസ്, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത പൊതുവെ വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് വ്യാഴദശയാണ് നടക്കുന്നത്. എന്നിട്ടും അത് ഭംഗം ചെയ്യുന്ന വ്യാഴമായിട്ട് പോലും ജോലി നഷ്ടപ്പെടുക എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടായി. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണമാണ് പ്രത്യേകിച്ച് നീചനായിട്ടുള്ള വ്യാഴം നിൽക്കുകയും വ്യാഴത്തിൻ്റെ ശത്രുവായിട്ടുള്ള ബുധൻ ഒപ്പം നിൽക്കുകയും അവിടെ തന്നെ സൂര്യൻ നിൽക്കുകയും അവിടേക്ക് ശത്രുവായിട്ടുള്ള ശനിയുടെ ദൃഷ്ടിയും കൂടെ ആവുമ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള ഒരു ടഫ്നെസ് അവിടെ ഉണ്ടാകും. കിട്ടുന്ന ജോലി ഏതെങ്കിലുമൊക്കെ രീതിയിൽ തട്ടിത്തെറിക്കുകയോ നഷ്ടം വരികയോ ഒക്കെ ചെയ്യുന്ന ഒരു പതിവ്. പ്രത്യേകിച്ച് 10ലേക്ക് രാഹുവിൻ്റെ ഗുളികൻ്റെ ദൃഷ്ടി ഏറ്റുവാങ്ങിയ ശേഷം രാഹുവിൻ്റെ 9ാമത്തെ ദൃഷ്ടി 10ലേക്ക് ഉണ്ട്. നവാംശത്തിലും രാഹുവിൻ്റെ സ്ഥാനം അവിടെ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ഒരു ജോലി ഇത്തരക്കാർക്ക് പൊതുവേ ഒരു ജോലി ചെയ്തു കൊണ്ടുവരുന്നു, വളരെ സ്മൂത്ത് ആൻഡ് സേഫായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണത്താൽ ആ ജോലിയിൽ നിന്ന് മാറേണ്ടതായിട്ടുള്ള സ്ഥിതിവിശേഷം ഒന്നുകിൽ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ വഴിയോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ തന്നെ പ്രത്യേക കാരണങ്ങൾ കാലമൊക്കെ വരാം. അപ്പോൾ ആ ജോലി മാറേണ്ടുന്ന സാഹചര്യം ഉണ്ടാവുകയും അല്ലെങ്കിൽ മാറ്റപ്പെടുകയും ചെയ്യും. എന്നിട്ട് അനിശ്ചിതത്വമാണ് പിന്നീട് എന്ത് ചെയ്യണം, എവിടെ തുടങ്ങണം, ആരെ കാണണം എന്ന് പറയുന്ന ഒരു അവസ്ഥ. ഇത് ഇത്തരക്കാർക്ക് സഹജമായി കാണുന്ന 10ലേക്കൊക്കെ രാഹുവിൻ്റെ ദൃഷ്ടി, അത് ഗുളികൻ്റെ ദൃഷ്ടി ഏറ്റുവാങ്ങിയ ശേഷം രാഹു ദൃഷ്ടി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ വളരെ പവർഫുള്ളായിട്ടുള്ള ദൃഷ്ടിയാണ്. അപ്പോൾ അത് ഈ മാറ്റ സ്വഭാവമുള്ള ജോലികൾ ഇത്തരക്കാർക്ക് ഉള്ളതാണ്. ജോലി സംബന്ധമായിട്ടുള്ള അല്പം ടെൻഷൻസ്, ബുദ്ധിമുട്ടുകളൊക്കെ ഇത്തരക്കാർക്ക് ഒരു പാറ്റേൺ തന്നെയാണ്. അത് ഇനിയാണെങ്കിലും ശ്രദ്ധിക്കേണ്ടതുമാണ്. അത് പ്രത്യേകം പറഞ്ഞിട്ടുമുണ്ട്. ഇനിയാണെങ്കിലും അത് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. എന്ന് വെച്ചാൽ മറ്റൊരു ജോലിക്ക് ശ്രമിച്ചാൽ തന്നെ നിലവിലുള്ളത് കളഞ്ഞിട്ട് ശ്രമിക്കാൻ നിൽക്കരുത് എന്ന് സാരം. അടുത്തതായി ശ്രമിക്കുന്ന ജോലി ഒരു 95% മിനിമം കിട്ടുമെന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രമേ നിലവിലുള്ള വരുമാനം വേണ്ട എന്ന് വയ്ക്കാവൂ. അതല്ല എങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇക്കരെ നിന്ന് ചാടുകയും ചെയ്യും, അക്കരെ എത്തുകയില്ല എന്ന് പഴമക്കാർ പറയുന്നത് പോലെയുള്ളൊരവസ്ഥ ഇത്തരക്കാർക്ക് പൊതുവെ ധാരാളമായിട്ട് ഇത്തരം ആളുകൾ എന്നെ വിളിക്കാറുണ്ട്. അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യവുമാണ്. പക്ഷേ ജോലി ഇദ്ദേഹത്തിന് കിട്ടും, 100% കിട്ടും. അതിൽ യാതൊരുവിധ തർക്കങ്ങളും ഇല്ല. ശ്രമിച്ചാൽ വലിയ താമസമില്ലാതെ തന്നെ ജോലി കിട്ടുമെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. അതിന് വേണ്ടുന്ന കൃത്യമായിട്ടുള്ള വഴിപാടുകളുണ്ട്. അതിന് പരിഹാരം കൃത്യമായിട്ട് തന്നെ പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. അത് ചെയ്യാമെന്നവർ പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ വ്യാഴദശ 2036 വരെയാണ്. പൊതുവേ ഈ സൂര്യൻ ശനി കോമ്പിനേഷൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു വ്യാഴം, അത് നീചത്വം കൂടെ വന്നു കഴിഞ്ഞാൽ ഒരല്പം ശ്രദ്ധ അത്യാവശ്യമാണ്. ഭയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒരു ശ്രദ്ധ അത്യാവശ്യമാണ്. ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇദ്ദേഹത്തിന് ജോലിയേക്കാൾ ബുദ്ധിമുട്ട്, ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കിട്ടും, അത് ഉറപ്പായും കിട്ടും. പക്ഷേ വിവാഹം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ചും ലഗ്നാൽ 7ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ബുധൻ ശനിയുടെ ക്ഷേത്രത്തിൽ ശത്രു വ്യാഴത്തോടൊത്ത് സൂര്യനോടൊത്ത് നിൽക്കുന്നു. അവിടേക്ക് ശനിയുടെ ദൃഷ്ടി വരുന്നു എന്ന് പറയുമ്പോൾ അതേ നല്ലതല്ല. ഉപരി വിവാഹകാരക ഗ്രഹം ലഗ്നത്തിൽ ഉച്ചനായിട്ട് നിൽക്കുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അതിനോടൊത്ത് ഗുളികൻ നിന്നു. അവിടേക്ക് രാഹുവിൻ്റെ 12ാമത്തെ ദൃഷ്ടിയും വന്നു. ഇവിടേക്കൊന്നും തന്നെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി
ഇല്ല. 9ലേക്ക് വരുന്നുണ്ട്, പക്ഷേ അത് ഈ 7ാം ഭാവാധിപൻ്റെ നെഗറ്റീവ്സിനെ ഒഴിവാക്കണം. ലഗ്നത്തിൽ നിന്നുകൊണ്ട് ഗുളികനോടൊത്ത് നിൽക്കുന്ന ശുക്രൻ കുജൻ 7ലേക്ക് കൊടുക്കുന്ന ദൃഷ്ടിയെ സംബന്ധമായിട്ടുള്ള നെഗറ്റീവ്സിനെ ഒഴിവാക്കണം. വിവാഹകാരകൻ ഗുളികനോടൊത്ത് നിൽക്കുന്ന നെഗറ്റീവ്സിനെ ഒഴിവാക്കണം. ഇതെല്ലാം കഴിഞ്ഞ് ഗുണം ചെയ്തു വരുന്ന സമയത്ത് സമയമെടുക്കും. എന്ന് വച്ചാൽ വിവാഹം, ഡിവോഴ്സ് പോലെയുള്ള കാര്യങ്ങളിലേക്ക് എത്താൻ സാധ്യത വളരെ കൂടുതൽ ആണ്. ശ്രദ്ധിച്ചല്ല ഗ്രഹനിലകൾ ചേർക്കുന്നത് എങ്കിൽ അത് ഡിവോഴ്സ് ആവുക തന്നെ ചെയ്തിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ്. അതുപോലെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഏതൊരാളുടെയും വിവാഹം നടക്കുന്ന കാലം എന്ന് പറയുന്നത്. ചില ആളുകളൊക്കെ വിളിച്ച് വിവാഹത്തിൻ്റെ സമയം ഇമ്മീഡിയറ്റായിട്ട് വേണം എന്ന് പറയുന്ന സമയത്ത് പറ്റില്ല എന്ന് പറയാറുണ്ട്. കാര്യം കേതുവിൻ്റെയൊക്കെ അപഹാരമൊക്കെ തീറ്റാൻ ചിലപ്പോൾ 1-2 മാസമൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ രാഹു പോലെയുള്ള വളരെ മോശമായിട്ട് ഇതേപോലെ ഗുളികൻ്റെയൊക്കെ ദൃഷ്ടിയിൽ നിൽക്കുന്ന രാഹുവിൻ്റെയൊക്കെ അപഹാരം പോലെയുള്ള കാര്യങ്ങൾ തീരാൻ ചിലപ്പോൾ ദിവസങ്ങളോ അല്ലെങ്കിൽ ചെറിയ മാസങ്ങളോ ഒക്കെ ഉണ്ടാവും. ഇത് ക്ഷമ കാണിക്കില്ല. പല പല കാരണങ്ങൾ കൊണ്ട് ക്ഷമ കാണിക്കാതെ അക്ഷമരായിട്ട് ആ സമയം തന്നെ നിർബന്ധിതമായിട്ട് പറഞ്ഞത് പോയി ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഗുണം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ വിവാഹം നടത്തിയതും ഒരു മോശം കാലത്ത് തന്നെ ആയിരുന്നു. അപ്പോൾ ഒരു മോശം കാലത്ത് വിവാഹം നടത്തിയാൽ കൂടെ അത് വലിയ തെറ്റില്ലാത്ത രീതിയിൽ പോകണമെങ്കിൽ ചേരുന്ന ഗ്രഹനിലകൾ ആ രീതിയിലായിരിക്കണം. ചേർക്കുന്ന ഗ്രഹനിലകൾ ഇത് മോശമായിട്ട് ഗ്രഹനില ഇരിക്കുകയും നടത്തുന്നത് അതിലും മോശമായിട്ടുള്ളൊരു കാലത്തിലും കൂടി ആകുമ്പോൾ നിലനിൽക്കാനുള്ള സാധ്യത തുലവും തുച്ഛമാണ്. ഇവിടെ അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. വളരെ ഇഫക്റ്റീവായിട്ടുള്ള, വളരെ നെഗറ്റീവ് സൈഡ് ഉള്ള ഒരു 7ാം ഭാവവും വിവാഹ സ്ഥാനവുമാണ് ഈ വ്യക്തിയുടെ. 7ാം ഭാവാധിപൻ നീചനായിട്ടുള്ള ഒരു ഗ്രഹം, അത് ഏത് ഗ്രഹമോ ആയിക്കോട്ടെ. വ്യാഴം, ബുധൻ നല്ല ബന്ധത്തിലല്ല. അവിടെ സൂര്യൻ വന്നു, ശനിയുടെ ദൃഷ്ടിയും വന്നു. 7ലേക്ക് കുജൻ ദൃഷ്ടി ചെയ്യുന്നു. ശത്രുക്ഷേത്രമാണ് ബുധൻ്റെ ക്ഷേത്രം. അത് ഗുളികനോടൊത്ത് നിൽക്കുന്ന കുജൻ ഇഫക്റ്റ്, പവർ, ശക്തി കൂടും. അവിടേക്ക് വിവാഹകാരകൻ നിർഭാഗ്യവശാൽ ലഗ്നത്തിൽ പെട്ടു, അത് ഗുളികനോടൊത്തുപെട്ടു. അതുപോലെ തന്നെ രാഹുവിൻ്റെ ദൃഷ്ടിയും വന്നു. ഈ രണ്ടും ഗുളികനോട് ചേർന്ന് നിന്നിട്ട് 7ലേക്ക് ദൃഷ്ടി കൊടുക്കുകയും ചെയ്യുന്നു. അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വല്ലാത്ത കോമ്പിനേഷൻ തന്നെയാണ്. വളരെ ശ്രദ്ധിച്ചല്ല വിവാഹം പോലെയുള്ള കാര്യങ്ങൾ നടത്തുന്നതെങ്കിൽ ബുദ്ധിമുട്ടുകൾ 100% തന്നെയാണ്. അതങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനിയാണെങ്കിലും ചേർക്കുന്ന ഗ്രഹനിലകളിൽ ഒരു വ്യക്തത വരുത്തുക. കൃത്യമാണ് കാര്യങ്ങളെന്ന് ലഗ്നത്തിലൊക്കെ കുജനൊക്കെ നിൽക്കുമ്പോൾ പ്രത്യേകം ഒഴിവാക്കേണ്ടുന്ന ഗ്രഹനിലകളുടെ ഒരു റൂള് തന്നെയുണ്ട്. ആ റൂൾ പാലിച്ചു പോയി കഴിഞ്ഞാൽ വലിയ തെറ്റുകുറ്റങ്ങളില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ധാരാളം ആളുകൾ ഉണ്ട്. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ കാർത്തികയാണ് നക്ഷത്രം. സൂര്യദശയിൽ ജനിച്ചു. 85 വരെ സൂര്യൻ. അതിനുശേഷം 85 ഇദ്ദേഹം ജനുവരി 31-ാം തീയതിയാണ് ജനിച്ചിട്ടുള്ളത്. കഷ്ടി 1 മാസം കഷ്ടി മാത്രമാണ് സൂര്യദശ. ഇവിടെയാണ് ജന്മശിഷ്ടത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാകുന്നത്. അതിനുശേഷം 10 കൊല്ലം ചന്ദ്രൻ, അതിനുശേഷം 7 കൊല്ലം കുജൻ 2002 വരെ, അതിനുശേഷം രാഹു 2020 വരെ, അതിനുശേഷം ഗുരു ഇപ്പോഴത്തെ നടപ്പ് ദശ 2036 വരെ, ശേഷം ശനി 2055 വരെ, ശേഷം ബുധൻ, കേതു എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ ഗുരുവിൽ ബുധനാണ്. 24/10/2024 തൊട്ട് 31/1/2027 വരെ ഗുരുവിൽ ബുധൻ എന്ന് പറയുമ്പോൾ 10ാം ഭാവാധിപത്യം വഹിക്കുന്ന ഗുരു നീചഭംഗ രാജയോഗം കൊടുക്കുന്ന വ്യാഴമാണ്. അത് ഗുണം ചെയ്യുക തന്നെ ചെയ്യും, സംശയമില്ല. പക്ഷേ ഒരല്പം സമയം നീചനായത് കൊണ്ട് തന്നെ അത് വർക്കായി വരുന്നതിന് ശനിയുടെ ദൃഷ്ടിയൊക്കെ ഉള്ളത് കൊണ്ട്, ശത്രു ഒപ്പം നിൽക്കുന്നത് കൊണ്ട് ഒരല്പം സമയം കാലതാമസം എടുക്കും എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ബുധൻ്റെ അപഹാരമാണ് നടക്കുന്നത്. അത് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കാര്യങ്ങൾ നീക്കിക്കഴിഞ്ഞാൽ, വേണ്ടുന്ന കാര്യങ്ങൾ, പരിഹാരങ്ങൾ കൃത്യമായി തന്നെ ചെയ്തു പോയി കഴിഞ്ഞാൽ വളരെ വലിയ താമസമില്ലാതെ തന്നെ അദ്ദേഹത്തിന് ജോലി എന്ന് പറയുന്ന കടമ്പയെ വളരെ പോസിറ്റീവായിട്ട് കടക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രമിക്കുന്നുവെങ്കിൽ ഈ ഒരു സമയമൊക്കെ അല്പം ശ്രദ്ധിച്ച് സൂക്ഷിച്ച് കൃത്യമാണ് കാര്യങ്ങളെന്ന് ഉറപ്പാക്കിയ ശേഷം മുന്നോട്ട് പോയാൽ നല്ലത്. പെയ്ഡ് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.